ആ ഒരു കോംബോ ഉണ്ടായിരുന്നല്ലോ സഞ്ജു ചേട്ടൻ ലക്ഷ്മി ചേച്ചിയുടെ ഒക്കെ നമ്മൾ റിയലൈസ് ചെയ്യാറുണ്ട് അന്നത്തെ ആ ഒരു വൈബ് നമുക്കിപ്പോ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. നമ്മളിൽ നിന്ന് വരുന്ന കൗണ്ടറുകളൊക്കെ നല്ലതായിരുന്നു. സഞ്ജു ചേട്ടനെ ഒന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ഹെൽപ്പ് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്, വേറെ ഒന്നുമല്ല. ഒരു 50,000 രൂപ തരാൻ കാണും. ഞാൻ ഒന്നുകൂടെ ചോദിക്കാമേ. സഞ്ജു ഒരു 5 ലക്ഷം രൂപ തരാൻ കാണുമോ സഞ്ജു? വൃത്തിയോട് പറയരുത്, അങ്ങനെ അല്ല സഞ്ജു, സ്ക്രിപ്റ്റ് അതല്ല ചേട്ടാ. ബുദ്ധിമുട്ടാണെന്ന് പറയണം, ഇല്ലെങ്കിൽ യൂട്യൂബേഴ്സിന്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വിചാരിക്കും ആളുകൾ. ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, സഞ്ജു ഒരു 50 ലക്ഷം രൂപ തരാൻ കാണുമോ സഞ്ജു? ഞങ്ങളെ ചുമ്മാ ചെറിയൊരു പ്രാങ്ക് സംഭവം. സഞ്ജുവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാ, അവരെ ഒന്ന് വിളിക്കാമെന്ന് വെച്ച് ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ച് സഞ്ജുവിനെ അങ്ങ് വിളിച്ചു. നമുക്ക് പിന്നെ വേറെ ഇല്ലല്ലോ. ലക്ഷ്മി ഉണ്ടോ, അടുത്തുണ്ടോ? ഞാൻ സൗണ്ട് കേട്ട്. ഇനിയിപ്പോ തുറത്തിമതം റിലീസായോ? ഓക്കെ, കാണാം. മൂവി വേൾഡിന്റെ പ്രേക്ഷകരോടും പറഞ്ഞേക്കാം. തുടങ്ങുമ്പോ ഭയങ്കര വൈബായിരിക്കും, പിന്നെ ചീത്ത പറയില്ല. ഇങ്ങനെയിട്ട് ഒരു നോട്ടമുണ്ട്, ഇങ്ങനെ നോക്കും. നമ്മള് ഡയലോഗ് തെറ്റിങ്ങനെ ചേട്ടന്റെ ഫേസ് നോക്കും. ചേട്ടൻ സാമ്പത്തികമായിട്ട് നമുക്ക് യാതൊരു മെച്ചമില്ല. പക്ഷെ നമുക്ക് സെലക്ട് ആയാലും നമ്മൾ പിന്മാറാൻ നിന്നാലും പുള്ളി അത് സമ്മതിക്കത്തില്ല. ഇപ്പോൾ ഫസ്റ്റ് ഒരു സിനിമയ്ക്ക് പോയാലും എൻ്റെ അതിൻ്റെ ഫുൾ പേയ്മെന്റ് പുള്ളിയാണ് എനിക്ക് തന്നെ വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞു പോകാനുള്ളത്. ഇത് നിങ്ങളായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചൊന്നുമല്ല. നമ്മള് ആദ്യത്തെ ടിക്ടോക്ക് വീഡിയോസ് ഉണ്ട്, അത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത കുറെ വീഡിയോസ് ഉണ്ട്. അതൊന്നും ആരും ബുദ്ധിമുട്ടരുത്, ഭഗവാനെ മാത്രമാണ്. എനിക്ക് എൻ്റെ അച്ഛൻ ക്യാൻസർ ആയിട്ട് ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ പോലും അച്ഛനെ വെച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളത്ര 100% കൊടുത്തുകൊണ്ടല്ല നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. ആ ബെഡിൽ പോലും കിടന്നുകൊണ്ട് അച്ഛൻ അത്ര വീട്ടായിട്ട് പോലും ചെയ്ത വീഡിയോസ് ഉണ്ടായിട്ടുണ്ട്. ഓരോ ഞാനീ പറഞ്ഞില്ല, ഞാൻ യാത്രകൾ ചെയ്യുന്നു. ഓരോ ട്രിപ്പിലും ഞാൻ യാത്ര ചെയ്ത് വരുമ്പോൾ ഞാൻ മിസ് ചെയ്യുന്നതിൻ്റെ അച്ഛനെ തന്നെയാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൂവി വേൾഡ്. നമ്മൾ ഇന്ന് ടീം കുഞ്ഞിപ്പുഴുവിൻ്റെ പുതിയ ഫ്ലാറ്റിലേക്കാട്ടോ വന്നിരിക്കുന്നത്. പണി തീർന്നിട്ടില്ല, അവിടെ ടീം വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടാലോ. അവിടെ നിഖിൽ ചേട്ടനുണ്ട്, ലെന ചേച്ചിയുണ്ട്, മോളുണ്ട്, പിന്നെ അനുചേട്ടനുണ്ട്, ഹരിച്ചേട്ടനുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും കാണാം, കുറച്ച് വിശേഷങ്ങൾ അറിയാം. ഞാൻ പറഞ്ഞില്ലേ, തീർന്നിട്ടില്ല പണി. അപ്പോൾ പണി തീരാത്ത ഒരു ഹോം ടൂറാണ്. വാ. ഹലോ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പണി നടക്കുന്നേ ഉള്ളൂ. അവരകത്ത് തിരക്കായിരിക്കും. ചേട്ടാ ചേച്ചി, പിച്ചക്കാര് വന്നിട്ടുണ്ടല്ലേ? കഴിഞ്ഞിട്ടില്ലെന്നറിയാം. അവിടെ കാറ് കണ്ടപ്പോ ഇങ്ങനെ കയറി വന്നു. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ വീടിന്റെ പുതിയ വീടിന്റെ എല്ലാവരും പുതിയ പണിയൊക്കെ കഴിഞ്ഞ് സെറ്റായി കിടക്കുന്ന വീട് കാണിക്കുന്നു. നമ്മള് സെറ്റ് ആവാൻ പോകുന്ന വീട് കാണിക്കുന്നു. അത് ഞാൻ പറഞ്ഞിട്ട് വരുമായിരുന്നു, പണി തീരാത്ത ഹോം ടൂർ ആണ്, വെറൈറ്റി ആണ്. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി തീർന്ന വീട് കാണിക്കാലോ. പിന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ലല്ലോ, സർപ്രൈസ് ആയിരുന്നു. അതെ അതെ അതെ, വീട് കാണിക്കാൻ വീട് കാണിച്ചു. അതെ, ഞാൻ അവിടുന്ന് ആദ്യമേ വിളിച്ചു, ചേട്ടാ പണി തീരുമോ, എന്തായി അവസ്ഥ? എന്നോട് പറഞ്ഞു പണി തീർന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ മതി, വന്ന് കണ്ട് സംസാരിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തള്ളി കയറി ഇങ്ങോട്ട് വന്നത്. അപ്പൊ എന്താ പറയുക, വിഷു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് മാറാനായിരുന്നു പ്ലാൻ. അതെ, നമുക്ക് ഇപ്പൊ 10ാമത് ദിനം വരുന്നുണ്ട്. ഇപ്പൊ ഏകദേശം അന്നത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പണിയൊക്കെ നടക്കുന്ന മൊത്തത്തിലൊരു ബഹളമാണ് ഇവിടെ. അപ്പം നമുക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു പ്രോപ്പർ ഇന്റർവ്യൂ ആയിട്ട് നമുക്ക് പാടാണ് അല്ലേ? നല്ല അടിപൊളി ടൈമിലാണ്, കിടക്കാറാവുന്ന ടൈമിലാണ് എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ സമയം ഉണ്ടാവില്ല. സീക്കുട്ടിക്കൊക്കെ ആണെങ്കിൽ ഉറക്കം വരുന്നുണ്ട് അല്ലേ? സീക്കുട്ടി വരുന്നുണ്ടോ? മാമാരൊക്കെ ഉണ്ട്, അവരെല്ലാരും ഉണ്ട്. അതെ, ഞങ്ങള് മാത്രം ഇച്ചിരി ഒന്ന് ഞാനും ഫുള്ളുണ്ട് ഇവിടെ. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ എങ്ങനെയാ കൊണ്ടുപോകണം? ഇതിന്റെ ഇടയ്ക്ക് പറ്റുന്നുണ്ടോ? അല്ല, നമ്മളെ വീഡിയോസ് എങ്ങനെയാണോ കൊണ്ടുപോകണം അതുപോലെ തന്നെ നമ്മളെ വീട് പണിയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അവരെ കൊണ്ട് തന്നെ നമ്മൾ പണിയെടുപ്പിച്ചോണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഞാൻ വിളിച്ചപ്പോണ്ടല്ലോ, ഞാൻ ഡൽഹിയിലാണ്. ജോലിയുടെ ആവശ്യത്തിന് എനിക്ക് ജോലിയും ഉണ്ടെന്ന്. പണ്ടത്തെ പോലെ അല്ലേ അതെ, വീട്ടിലെ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ്. യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ
പണ്ടത്തെ പോലെയല്ല ചതിയാ. പക്ഷെ നമ്മുടെ വിചാരം ഉണ്ടല്ലോ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നന്നായിട്ട് ഓടുന്നുണ്ടല്ലോ, നല്ല പൈസ ഉണ്ട് കയ്യിൽ, എവിടെ കൊണ്ട് വെക്കുന്നത്. അപ്പൊ നമ്മള് ആ വീഡിയോ ഇട്ട സമയത്ത് ഫ്രണ്ട് വീട്ടിൽ ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വീട്ടിന്റെ ഫ്രണ്ടിൽ എഴുതി വെക്കണം ഈ വീട് യൂട്യൂബിന്റെ ഐശ്വര്യം എഴുതി വെക്കണമെന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞ അങ്ങനെയൊന്നുമല്ല, നല്ല പട്ടിപ്പണി എടുത്തിട്ട് ലോണും എടുത്ത് അല്ലേ അച്ഛന്റെ അമ്മയുടെ ഒക്കെ കടവും വാങ്ങി ഒക്കെയാണ് ഇതൊക്കെ തിരിച്ചു പിടിക്കണം, വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. ഇല്ലെങ്കിൽ ജോലി ചെയ്യണോ തിരിച്ചു പിടിക്കാന്നുള്ള ഒരു യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. പക്ഷേ ജോലി ചെയ്തിട്ട് മേടിക്കാന്ന് തിരിച്ചു പിടിക്കാന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ടീം നല്ല അടിപൊളി ടീമാണ്. കുഞ്ഞിപ്പുഴു എന്ന് പറഞ്ഞിട്ടുള്ള ശരിക്കും കുഞ്ഞിപ്പുഴു ഇവിടെ ഉണ്ട് കേട്ടോ. കുഞ്ഞിപ്പുഴ ഇവിടെ ഉണ്ട്, പക്ഷെ പണിക്കാരായിട്ടുള്ള കുഞ്ഞിപ്പുഴുക്കളെല്ലാം അവരവിടെ എനിക്ക് തോന്നുന്നു പണിയൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. സഹായം അല്ല, അവര് ചെയ്യുന്ന പണി കറക്റ്റ് ആണ്, അവര് തന്നെയാണ് പണിയും ചെയ്യുന്നത്. കൂലില്ലെന്ന് രാത്രിയാകുമ്പോ പൊറോട്ടയും ബീഫും ഉണ്ട്. അനു രണ്ടുപേരും കൂടി ഉണ്ട് ഇവരുടെ ടീമില്. ഇനിയിപ്പോ അഭിനയിച്ചുകൊണ്ടൊക്കെ വരും കേട്ടോ, ഇങ്ങനെ വിയർത്ത് കുളിച്ച്. അയക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? എങ്ങനെയുണ്ട് വീഡിയോസ് ഒക്കെ? വീഡിയോസ് ഇപ്പൊ റീച്ച് കുറച്ച് കുറവായതുകൊണ്ട് നമ്മളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കും. അതുകൊണ്ട് അതെ ഇവിടുത്തെ റീച്ച് കുറവല്ല, സംഭവം വേറൊന്നുമല്ല, രണ്ടുപേരും സിനിമയിലായി, അവര് തിരക്കായി, സിനിമയായി, തിരക്കായി, ലക്ഷങ്ങളായി, അങ്ങനെ ആ ഒരു വരാൻ സമയമില്ല, തിരക്കാണ്. ഈ വരുന്ന പൊറോട്ട ബീഫിനും ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അല്ലാതെ റീച്ച് എന്ന് പറയുമ്പോൾ തിരക്കേറ്റില്ല, നമ്മൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ ഒപ്പിച്ച് പോകുന്നുണ്ട്. അവരെ കിട്ടാറില്ല. സിനിമാക്കാരായി അനുവിന്റെ രണ്ട് പടം റിലീസായി. ഖുഷ്ബു എന്ന് പറഞ്ഞൊരു പുതിയൊരു പടം വരുന്നുണ്ട്. അവരെ പറയാൻ അനുവദിക്കൂ. അല്ല, പണ്ടൊക്കെ ഞാൻ സംസാരിക്കും, ചേട്ടൻ സംസാരിക്കും, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ എന്നുള്ള ഇന്നുകൂടെ പറഞ്ഞില്ലടാ, ഇന്ന് പറഞ്ഞില്ലടാ അല്ലേ. ഞാൻ എന്റെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ, അതൊക്കെ ഞാൻ എറിഞ്ഞു എന്തുപോലും പറഞ്ഞതാണ്. ബാക്കി പറഞ്ഞു, നമ്മളൊന്നും പറയുന്നില്ലേ. ഇപ്പം ഗോളം കഴിഞ്ഞതിന് ശേഷം ഖുഷ്ബു എന്നുള്ള ഒരു മൂവി ചെയ്തായിരുന്നു. അതിനുശേഷം എലമെന്റ്സ് ഓഫ് സിനിമയിൽ അൽത്താഫിന്റെ ഫ്രണ്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ മാത്യുവിന്റെ കൂടെയും ജഗദീഷ് ചേട്ടൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇനി ഉടനെ അടുത്ത മാസമൊക്കെ ആകുമ്പോൾ ഇറങ്ങും തോന്നുന്നു. ഈ അവസരം പറഞ്ഞ രണ്ട് പടങ്ങൾക്കും പേരായിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പ്രൊഡക്ഷന്റെ പേര് അങ്ങനെ കൈവരെ സിനിമകളായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ ചെയ്യാൻ വരുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. നമ്മൾ സമയമല്ല, നമ്മൾ ഇവിടെ വന്ന എല്ലാ പണികളും നമ്മൾ ചെയ്യാറുണ്ട്. അത് ആരും അറിയുന്നില്ല. പണി ചെയ്യാൻ വരുന്നുണ്ടോന്നല്ല ചോദിച്ചു, വീഡിയോ എടുക്കാൻ പിന്നെ ഞാനിവിടെ നിന്ന് അടി ഉണ്ടാക്കിട്ട് അതെ, ഇങ്ങനെ പണ്ടത്തെ മുന്നുള്ള ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, കുറച്ചുകൂടെ ഒരു ബഹുമാനത്തിലൊക്കെ ആയിരുന്നു ചേട്ടാ ചേച്ചി. വേറൊന്നുമല്ല, നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി കുറെയൊക്കെ വർക്ക് ആക്കിയപ്പോ നമുക്ക് മനസ്സിലായി നമ്മൾ ഏത് രീതിയിലാണ് ഹാൻഡിൽ ചെയ്യണത്. നമ്മളെ വട്ടിത്താക്കി വെച്ചിട്ട് എന്താ ഒന്നും മിണ്ടാതെ ഇനി പുള്ളി ഇറങ്ങാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അല്ല, അവൻ